ഹായ് ഗൈസ്, ഗുഡ് മോർണിംഗ്. ശ്രീയാണ്. ഇന്നെനിക്ക് ഒത്തിരി ഇഷ്ടമുള്ള ദിവസമാണ്. ഡിസംബർ 1 അമ്മയുടെ ബർത്ത്ഡേ ആണ്. രാവിലെ 4 മണിയായി. സോ അമ്മയ്ക്ക് നിങ്ങളെല്ലാവരും വിഷ് ചെയ്യണം. ഹാപ്പി ബർത്ത്ഡേ അമ്മ. ഇന്ന് അമ്മയും കൊണ്ട് കുഞ്ഞ് യാത്രയുണ്ട്. ഗൈസ്, കുഞ്ഞ് ഫ്രഷായിട്ട് കാണാം. അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ ബർത്ത്ഡേ ഗേൾ. ഹാപ്പി ബർത്ത്ഡേ. ഗൈസ്, അപ്പോൾ അങ്ങനെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഗൈസ്, ചെറിയ രീതിയിൽ മഴ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇന്നത്തെ യാത്ര കുളത്തുപുഴയിലേക്കാണ്. ഗൈസ്, നിങ്ങൾക്കെല്ലാവർക്കും ഒത്തിരി ഇഷ്ടവും അതിനുപരി ഒത്തിരി പ്രാധാന്യവുമുള്ള കൊല്ലം ജില്ലയിൽ കുളത്തുപുഴ സ്ഥിതി ചെയ്യുന്ന ശാസ്താവിൻ്റെ സന്നിധിയിലേക്കാണ് ഇന്നത്തെ യാത്ര. അങ്ങോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ഗൈസ്. അപ്പോൾ അങ്ങനെ നമ്മൾ ശാസ്താവിൻ്റെ സന്നിധിയിൽ എത്തിയിരിക്കുകയാണ്. നല്ല മഴയുണ്ട്, ഹെവി റെയിൻ ആണ് ഗൈസ്. നല്ല ക്ലൈമറ്റ് ആണ്, നല്ല മഴയുണ്ട്. കേരളത്തിലെ 5 പ്രധാന ശാസ്താക്ഷേത്രങ്ങളിൽ ഒന്നാണിത്. മറ്റുള്ളവ ആര്യങ്കാവ്, അച്ചൻകോവിൽ, ശബരിമല, കാന്തമല എന്നിവയാണ്. ഇവിടുത്തെ ഏറ്റവും പ്രധാന വഴിപാടുകളിൽ ഒന്നായ അടിമ സമർപ്പണമാണ്. കൂടാതെ ബാലാരിഷ്ടത മാറാൻ കുഞ്ഞുങ്ങളെ മാതാവോ പിതാവോ സോപാനത്തിൽ കമിഴ്ത്തിക്കിടത്തി സമർപ്പിക്കുന്നതാണ് വേറൊരു നേർച്ച. കൂടാതെ നീരാഞ്ജനം കൊണ്ട് പുഷ്പാഭിഷേകം, നെയ്യഭിഷേകം, പാൽപായസം, അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമം, അരവണ, അപ്പം, രക്തപുഷ്പാഞ്ജലി, അഷ്ടോത്തര അർച്ചന തുടങ്ങിയവയും ഈ ക്ഷേത്രത്തിലെ പ്രധാന വഴിപാടുകളാണ്. കുളത്തുപുഴ അമ്പലത്തിൽ ക്ഷേത്ര ദർശനം നടത്തി. നല്ല മഴയാണ്, പിന്നെ ശബരിമല സീസൺ ആയതുകൊണ്ട് നല്ല തിരക്കുണ്ട്. ഓക്കെ, ഇനി അടുത്തത് തെങ്കാശി തിരുമലൈ കുമാരസ്വാമി അമ്പലത്തിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇന്നത്തെ യാത്രയിൽ കുളത്തുപുഴ ശാസ്താവിനെ കണ്ടു കഴിഞ്ഞു. ഇനിയിപ്പോൾ പോകുന്നത് കുളത്തുപുഴ ശാസ്താവിനെ കണ്ടിട്ട് നേരെ തെങ്കാശിയിലോട്ടാണ്. അതിനിടയിൽ വഴിയിലൊരു ഏരിയ കണ്ടായിരുന്നു. ഭയങ്കര മനോഹരമായിട്ടുണ്ട്. നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഗൈസ്. നിങ്ങൾ നോക്കുക. ഇതാണ് ബർത്ത്ഡേ ഗേൾ. ഹാപ്പി ബർത്ത്ഡേ. ഇത് അമ്മയാണ്, അച്ഛനും ഉണ്ട്. നമ്മുടെ സാരഥി ഉണ്ട് കൂടെ. ഗൈസ്, നമ്മൾ ഈ തെങ്കാശി റൂട്ടിൽ പോകുമ്പോഴേ 2 സൈഡിലും ഭയങ്കര വ്യൂ ആണ്. കുറേ വ്യൂ പോയിന്റ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഒത്തിരി ഈ പറഞ്ഞ ഞാൻ നേരത്തെ കാണിച്ചതുപോലെ കുറേ മലകളും അതിൻ്റെ ഇടയിൽ വരുന്ന ഈ പറഞ്ഞ മഞ്ഞുകൂട്ടങ്ങളും കുറേ ഒത്തിരി നല്ല നേച്ചറായിട്ടുള്ള ഒത്തിരി കാര്യങ്ങൾ ഈ വഴിയിലുണ്ട്. കൂടാതെ നമുക്ക് നല്ല മഴ ആയതുകൊണ്ട് എനിക്ക് ഇറങ്ങാൻ പറ്റിയിട്ടില്ല. മഴ ജസ്റ്റ് അല്പം നിന്നപ്പോഴാണ് ഞാൻ നേരത്തെ കാണിച്ച വീഡിയോ എടുത്തത്. ഓക്കെ, 2 സൈഡും ഒത്തിരി നല്ല വ്യൂ പോയിന്റ്സ് ഉണ്ട്. നിങ്ങൾക്ക് പറ്റുമെങ്കിൽ മഴയില്ലാത്ത സാഹചര്യത്തിലാണ് നിങ്ങൾ ഈ ഭാഗത്തൂടെ വരുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡെഫിനറ്റ്ലി ഇത് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുന്ന നല്ല രീതിയിൽ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുന്ന ഒരു വഴിയാണ് ഈ തെങ്കാശി റൂട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ.
നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് 1904 നിർമ്മിച്ച കണ്ണറപ്പാലമാണ്. 13 ആർച്ച് ബ്രിഡ്ജ് എന്നാണ് ഇതിന് പറയുന്നത്. ആദ്യകാലങ്ങളിൽ മദ്രാസിലേക്ക് ചരക്ക് കൊണ്ടുപോയിക്കൊണ്ടിരുന്നത് ഈ വഴിയിലൂടെയാണ്, കാട്ടിലൂടെയാണ് ഈ യാത്ര. ഒത്തിരി ടണലുകൾ ഉണ്ട്. കൂടാതെ ഇതിന്റെ പ്രത്യേകത എന്ന് പറയുമ്പോൾ ഇത് നിർമ്മിച്ചിരിക്കുന്നത് പാറ, ചുണ്ണാമ്പ് കല്ല്, ശർക്കര എന്നിവ ഉപയോഗിച്ചാണ് ഈ പാലം നിർമ്മിച്ചിരിക്കുന്നത്. 100 അടിയോളം ഉയരമുണ്ട് ഈ പാലത്തിന്. 13 കരിങ്കൽ കെട്ടുകളും ഉണ്ട്. അതാണ് ഇതിനെ താങ്ങി നിർത്തിയിരിക്കുന്നത്. ഗൈസ്, അങ്ങനെ നല്ല വിശപ്പ് തുടങ്ങിയിട്ടുണ്ട്. ഇവിടെ എല്ലാവർക്കും നല്ല വിശപ്പ് തുടങ്ങിയിട്ടുണ്ട്. കാര്യം എന്ന് വെച്ചാൽ ശാസ്താവിൻ്റെ തിരുസന്നിധിയിൽ തൊഴാനായിട്ട് നമ്മൾ ഭക്ഷണം പോലും, ചായ പോലും കുടിക്കാതെയാണ് അമ്പലത്തിൽ ദർശനത്തിന് വന്നത്. അത് കഴിഞ്ഞ് വെച്ച് കുറച്ച് പോകുന്തോറും ഉള്ള കടയിൽ ചായ കുടിക്കാം, ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ചു കുറേ കടകൾ തപ്പി. ഇപ്പോൾ നമ്മൾ പാലരുവി ജംഗ്ഷനിലാണ് നിൽക്കുന്നത്. പാലരുവി തെങ്കാശി റോഡിൽ ഒരു KTDCയുടെ ഒരു റെസ്റ്റോറൻറ്റ് കണ്ടായിരുന്നു. നല്ല ഭക്ഷണം, നല്ല പ്രഭാത ഭക്ഷണം കഴിക്കാമെന്ന് പറഞ്ഞ് കയറിയതാണ്. എൻ്റെ അമ്മച്ചി, ഒന്നും പറയാനില്ല. ഇതുപോലത്തെ ഒരു ബ്രേക്ക്ഫാസ്റ്റ് എൻ്റെ ജീവിതത്തിൽ ഞാൻ കഴിച്ചിട്ടുണ്ടാവില്ല. അത്രയ്ക്കും മോശമായിരുന്നു. KTDCയിൽ നിന്നും കിട്ടിയ പണിയും കൊണ്ട് നമ്മൾ യാത്ര വീണ്ടും ആരംഭിച്ചിരിക്കുകയാണ് ഗൈസ്. അങ്ങനെ നമ്മൾ തെങ്കാശി ശ്രീ കാശി വിശ്വനാഥ ടെമ്പിളിൽ എത്തിയിരിക്കുകയാണ് ഗൈസ്. പൗരാണിക ക്ഷേത്ര നിർമ്മിതികളുടെ വിസ്മയിപ്പിക്കുന്ന വാസ്തുവിദ്യകൾ ഒത്തുചേരുന്ന ഒരു ഇടമായ തെക്കൻ കാശിയിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. തെക്കൻ കാശി എന്നറിയപ്പെടുന്ന തമിഴ്നാട്ടിലെ തെങ്കാശിയിലെ പട്ടണ നടുവിലാണ് അരുൾമിகு ശ്രീ കാശി വിശ്വനാഥൻ ശിവക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ശിവൻ പ്രധാന പ്രതിഷ്ഠയായ ഈ ക്ഷേത്രം 13-ാം നൂറ്റാണ്ടിൽ ശിവഭക്തനായ പരാക്രമ പാണ്ഡ്യൻ എന്ന രാജാവാണ് നിർമ്മിച്ചിരിക്കുന്നത്. കാശിയിലേക്കുള്ള തൻ്റെ തീർത്ഥയാത്രയ്ക്ക് മുന്നോടിയായി ഉണ്ടായ സ്വപ്ന ദർശനത്തിൽ സാക്ഷാൽ ശ്രീ മഹാദേവൻ നിർദ്ദേശിച്ച പ്രകാരമാണ് ഈ ക്ഷേത്രം നിർമ്മിക്കപ്പെട്ടു എന്നതാണ് ഐതിഹ്യം. ക്ഷേത്രത്തിൽ കയറുന്ന ഭക്തനെ അകത്തേക്ക് വലിക്കുകയും ദർശനം കഴിഞ്ഞ് പുറത്തേക്കിറങ്ങുമ്പോൾ പുറത്തേക്ക് തള്ളുന്നതുമായി അനുഭവപ്പെടുന്ന കാറ്റിൻ്റെ ഒരു മാന്ത്രികത ഈ ക്ഷേത്ര നിർമ്മാണത്തിൻ്റെ വൈഭവത്തിലെ ഒരു കൗതുകം തന്നെയാണ്. 150 അടി ഉയരമുള്ള ക്ഷേത്ര ഗോപുരത്തിൽ കൊത്തിവെച്ചിരിക്കുന്ന ശില്പങ്ങൾ ക്ഷേത്രകലയുടെ ഉത്തമ ഉദാഹരണമാണ്. രാവിലെ 6 മുതൽ 12 മണി വരെയും വൈകുന്നേരം 4 മുതൽ 8:30 വരെയും ക്ഷേത്ര ദർശനം നടത്താവുന്നതാണ്. ഞാനിപ്പോൾ നിൽക്കുന്നത് തെങ്കാശി കാശി വിശ്വനാഥൻ ടെമ്പിളിലാണ്. നമുക്ക് എന്തായാലും ഈ അമ്പലത്തിനെ കുറിച്ച് എന്താണെന്ന് നമ്മുടെ ഇവിടുത്തെ പോറ്റി, അതായത് അയ്യറിൻ്റെ അടുത്ത് ചോദിക്കാം. வணக்கம் சாமி, என் பேர் ஸ்ரீநாத், ட்ரிவாண்டத்துலேருந்து வரேன். உங்கள் பேர்? என் பேர் சபாபதி. ஓகே, நான் இப்போ தான் கோயிலில் போஸ்ட் வந்தேன். ஓகே, இந்த கோவில் பற்றி ஏதாவது, இந்த கோவிலோட ஐதீகம் என்னன்னு தெரிஞ்சாலும் நல்லா இருக்கும்னு நினைக்கிறேன். 14th செஞ்சுரியில் கட்டின கோயில், பராக்கிரம பாண்டியன் இந்த கோயிலோட கிங் கட்டின கோயில். நம்ம காசி விஸ்வநாதர்ன்றது அவர் ரொம்ப பிரீத்திப்பட்ட சுவாமி, ரொம்ப அவர் லவ் பண்ண சுவாமின்னு சொல்லலாம். அதனால காசியில் எப்படி பூஜையாக நடக்குதோ அது மாதிரி நம்ம சவுத் சைடில் இருக்கணும்னு சொல்லி ஆசைப்பட்டு கட்டினது இந்த கோயில். கட்டிட்டு இங்கேருந்து காசிலேருந்து சுவாமியை கொண்டு வந்துட்டு இருந்தப்ப அந்த சுவாமி இங்கே வராமல் நம்ம சவுத் சைடில் விருதுநகர் பக்கத்தில் சிவகாசின்னு இடத்துல அங்கே பிரதிஷ்டை. அதனால ரொம்ப ஃபீல் பண்ணி அங்கே கும்பாபிஷேகம் பண்ணிட்டார்.
அவர் அங்கே ஃபீல் பண்ணிட்டு இருக்கும்போது சுவாமி வந்து எறும்பு ரூபமா அங்கேருந்து ஒரு அசல் ஏரியா வந்து இங்கே வந்து செண்பக தோப்புன்னு சொல்லி செண்பக ட்ரீ இருந்துச்சு, செண்பக மர ட்ரீ இருந்துச்சு. அந்த ட்ரீக்கு நடுவில் சுயம்புவா தோணுன சுவாமி அப்படி சுவாமி காட்சி கொடுத்து அவருக்காக கட்டப்பட்ட கோயில் தான். ரொம்ப நன்றி. மற்றபடி இது வந்து காசி விஸ்வநாதர் அவரும் இந்த இங்கே இருக்கிற காசி விஸ்வநாதன் என்னமோ ஒரு ரிலேஷன் இருக்குன்னு சொல்றாங்க. டிராவலுக்கு அதிகமாக சோர்ஸ் இருக்காதுல்ல காசிக்கு போகிறதுக்கு. அப்போ வந்து ரொம்ப ஏஜ்டு பீப்புள் மட்டும் தான் காசி போகிற மாதிரி இருந்துச்சு. ஒன்லி பாத யாத்திரை மட்டும் போய் அப்படி அங்கேருந்து டை ஆகிற மாதிரி. அதனால அவங்க நம்ம சவுத் சைடில் இருக்கவங்க எல்லாருமே அந்த காசி விஸ்வநாதர் அனுகிரகம் கிடைக்கணும் அப்படின்றதுக்காக அங்கே இருக்கிற சுவாமியை இங்கே ஆவாகனம் பண்ணி பூஜை பண்ண ஆரம்பிச்சு. மற்றபடி ஏதாவது ஐதீகங்கள் வேற ஏதாவது? காசி தீர்த்தம்னு ஒன்று உண்டு. அங்க சுவாமிக்கு அங்க காசி கங்கை எப்படி உண்டோ அது மாதிரி இங்க இருக்கிற தீர்த்தம் வந்து அந்த புனித தீர்த்தம் கொண்டாட பலன் இங்க உண்டு. முன்னாடி வந்து தீர்த்தம் குடிக்கிற கொடுத்துட்டு இருந்தாங்க. இப்ப கும்பாபிஷேகம் வேலைனால இந்த தீர்த்தம் ஸ்டாப் பண்ணிட்டு கும்பாபிஷேகம் அங்க இருந்து காசில இருந்து அண்டர் கிரவுண்ட் வழியா வருதா? அது மாதிரி சோர்ஸ் இருக்கு. ஓகே. തെങ്കാശി ശ്രീ കാശി വിശ്വനാഥൻ്റെ ദർശന ചൈതന്യവുമായി എൻ്റെ യാത്ര തുടരുകയാണ്.